ചേച്ചി പാടിയ പാട്ടില്ലേ നമുക്ക് ചേച്ചിയുടെ തന്നെ ചോദിക്കാം അല്ലേ? മഞ്ജുഷ ചേച്ചി, എനിക്ക് ഇഷ്ടപ്പെട്ടു മോള് പാടിയത് കേട്ടോ. ആ പാട്ടിന്റെ ഒരു ഭാവമൊക്കെ മോള് പാടിനകത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ആ പല്ലവിയില് മോള് പിന്നെ ആ വഴിക്ക് പോകുന്ന പോർഷനില്ലേ, അവിടാണ് ഒരു പെർഫെക്ഷൻ കുറവ്, അവിടെ മുറിഞ്ഞ് അതിന്റെ ഒരു ഭംഗിക്കുറവ് തോന്നി ആ പോർഷനിലൊക്കെ കേട്ടോ. അതൊഴികെ എനിക്ക് ബാക്കി പിന്നെ എനിക്ക് വേറൊരു സജഷൻ തോന്നിയത് ഒടുവില് കോറസിന്റെ ഒരു ചിരി ഉണ്ടല്ലോ, അത് അവർക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ചിരിക്കായിരുന്നു. അപ്പൊ കുറെ കൂടെ ഒരു നാച്ചുറലായിട്ട് തോന്നിയേനെ. അതാരും ചെയ്തില്ല എന്നുള്ളൊരു തോന്നിയാൽ അതർവൈസ് പാടിയത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ശ്രുതി മാത്രം ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു ചേച്ചി. ശ്രീയേട്ട. മഞ്ജുഷ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ഈ പാട്ടിൽ വളരെ ഫാസ്റ്റായിട്ട് പോകുന്നോണ്ട് നമുക്ക് ഓരോ വരിയായിട്ട് എടുത്തു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ നോട്ട്സ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ശ്രുതി ചേരാതെ പോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ കുറച്ച് അണച്ചു പോയോ? അത് ആ സ്പീഡിൽ വരുന്ന സംഭവം ശ്വാസം അങ്ങനെ കുറെ വരികളൊക്കെ പോയല്ലേ, കുറെ വരികളൊക്കെ വിഴുങ്ങി. അങ്ങനെ ഈ പറഞ്ഞ ചിത്ര പറഞ്ഞ അതേ പോർഷന് ആ പോർഷൻസ് ഒക്കെ കുറെ പോയിട്ടുണ്ട്. മെയിനായിട്ട് ശ്രുതിയാണ്, അത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശ്രീയേട്ട. കാവേരി. ഹായ് മഞ്ജുഷ, കുറച്ചും കൂടെ ചെയ്യാമായിരുന്നു ഫേസിൽ. മൊത്തം നല്ല ചിരിയാണ്, പക്ഷെ ത്രൂ ഔട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അറിയാം പാട്ട് പാടുമ്പോൾ കഷ്ടമാണ് എക്സ്പ്രഷൻ മാറുന്നാലും ട്രൈ ചെയ്യാമായിരുന്നു കുറച്ച്. പിന്നെ എൻ്റെ ഫേവററ്റ് കളറാണ് ബ്ലാക്ക് ആണ്, അതാണ് ഇട്ടിരിക്കുന്നത്. സോ ഡ്രസ് നന്നായിരുന്നു. പിന്നെ ഇതിനകത്ത് ഈ ഡാൻസേഴ്സ് പിന്നെ അവരുടെ ഇടയ്ക്ക് ഒരു എൻ്റെ സ്വഭാവമുള്ള ഒരു കുട്ടിയെ ഞാൻ കണ്ടു, കോപ്പി കാറ്റ്. അപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ നമ്മൾ ഈ ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറെ പേരുണ്ടെങ്കിൽ ഞാനിങ്ങനെ രണ്ടാമത്തെ ലൈനിലൊക്കെ പോയി നിന്നിട്ട് ആ മുമ്പിൽ നിൽക്കുന്ന ആളെ കളിക്കുന്ന പോലെ കളിക്കും. പക്ഷെ അതുപോലൊരു കുട്ടിയെ ഞാൻ അവിടെ കണ്ടു. സോ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യാം എക്സ്പ്രഷൻസ്, ലൈക്ക് പാട്ടിനെ കുറിച്ചല്ല, ലൈക്ക് ഫേസ് അത് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കാവേരി. ശരത് സർ. മഞ്ജുഷ, കൊള്ളായിരുന്നു മോളെ. ഗുരുശാപം പ്രശ്നമാണെന്നുള്ളത് അറിയാമല്ലോ, അറിയാം. പിന്നെ എന്തിനാ അങ്ങനെ ചെയ്ത്? ഞാൻ ചോദിച്ചപ്പോ ചെയ്തോളാം പറഞ്ഞു. അതങ്ങനെ നല്ല ഗുരുക്കന്മാർ അങ്ങനെ പറയത്തോളൂ. നമ്മള് ശിഷ്യരല്ല അത് ചെയ്യേണ്ടത്. ഗുരുവിനെ നിങ്ങളെ ഇരുന്ന് മെനക്കെട്ട് ഉറക്കമൊഴിഞ്ഞ് കണ്ണി വിളക്കെണ്ണ ഒഴിച്ച് പഠിപ്പിച്ച ഒരാളുടെ നോക്കി മണ്ടൂസിയെന്ന് വിളിച്ചത് അതെനിക്കത് മനസ്സിലായില്ല മോളെ. അതുകൊണ്ടാണ്. വേറെ എത്രയോ പേരുണ്ടായിരുന്നു. അണ്ണാച്ചി ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ കൂട്ടിയിട്ടില്ല. പറ മോളെ, അതിവിടെ ഇരിക്കുന്ന ആരെങ്കിലും കാണിച്ചാ പോരായിരുന്നു. കറക്റ്റ് മനോജാണ് പാവം. ചിരിക്കാനല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാന് അനുപേട്ടനെ ചെയ്യാൻ കറക്റ്റ് ആയിരുന്നു, മതിയായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യട്ടെ എന്ന് വെച്ചപ്പോ മനോജ് സാർ പറഞ്ഞു അത് കണ്ട് എന്നൊക്കെ ചെയ്തു. അത് എന്താണ് പറയണ്ട, അനൂപിന്റെ അറിയാമല്ലോ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക്. മോളെ. താങ്ക് യു ജഡ്ജസ്. ഇനി മാർക്സിലേക്ക് കടക്കാം. കാവേരി ഔട്ട് ഓഫ് 10. I'll give you 7. 7 on 10. ചിത്ര ചേച്ചി ഔട്ട് ഓഫ് 30. 26. 26. ശ്രീയേട്ട. 26. താങ്ക് യു. And ശരത് സർ. 26. 26. 78 plus 7 85. 85 മാർക്സ് ആണ് മഞ്ജുഷയുടെ തേർഡ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയത്. അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ SMS കൂടെ തരൂ. സർപ്രൈസ് വോട്ട് ഫോർ മീ. എൻ്റെ വോട്ടിംഗ് ഫോർമാറ്റ് ISS space Manjusha MANJUSH